സെക്കൻഡ് ലിറ്റിൽ ഓർഗനൈസ് ലൈഫ് കോച്ച് ചിത്തല. ഇന്ന് ഞാനൊരു കല്യാണ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ നല്ല കുസൃതിയുള്ളൊരു പെൺകുട്ടീനെ കണ്ടു. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊരു തോന്നലില്ല, നാളെ കുറേ പേര് വരുന്നു, ഞാൻ എൻജോയ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് മിക്ക പെൺകുട്ടികളുടെയും ഒരു കാഴ്ചപ്പാടാണ്. അവർക്ക് ആ ഒരു സമയത്ത് പ്രത്യേകിച്ചൊരു ബോധം കാണത്തില്ലെന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് വരുന്ന വർഷങ്ങളിലാണ് അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. എസ്പെഷ്യലി സ്ത്രീകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ പൊതുവേ ഇങ്ങനെ അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കുട്ടികൾ വേണ്ട എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അതൊരു ചെറിയ ശതമാനമാണ് കേട്ടോ, എല്ലാവരും അങ്ങനെയല്ല. ബട്ട് ഈ സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഒരു ആവശ്യമില്ലാത്തൊരു ഇമ്പോർട്ടൻസ് ആണ് ഇതൊക്കെ. അല്ലാത്ത പക്ഷം ഒരു മെജോറിറ്റിയും അങ്ങനെയൊന്നും ചിന്തിക്കാതെ സാധാരണ തരത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് ഇടയ്ക്കൊന്ന് പുറത്തേക്ക് നോക്കി പോയാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് എവറി വൺ ഈസ് ദ സെയിം ഓർ എവറി വൺ തിങ്സ് ദ സെയിം ഇൻ ദിസ് ന്യൂ കൾച്ചർ. അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. പിന്നെ എല്ലാവർക്കും മാരേജ് മടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും മാരേജ് മടുക്കുകയല്ല. മാരേജ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ ഒരു കപ്പിൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായൊരു, ശ്രീകുമാരൻ തമ്പി പറഞ്ഞ പോലെ ഇതുപോലെ ഒരു സുന്ദര കാവ്യം വേറെ ഇല്ല. പക്ഷേ എന്താണ് അവർ വെറുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നും അതിന് മഹത്വം മനസ്സിലാവാതെ പുറത്തേക്ക് പോകുന്ന വ്യക്തികളുടെ ഒരു വൈബാണ് അവർക്ക് മടുക്കുന്നത്. അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് മടുക്കുന്നത്. അല്ലാതെ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി നിലനിൽക്കുന്നത്, നമ്മുടെ പേരൻസ് നിലനിന്നിരുന്നത്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് നിലനിന്നിരുന്നത്. അതിൻ്റെ മുന്നോട്ടേക്ക് പോകേണ്ട, നമുക്ക് ചരിത്രങ്ങളിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇല്ല. യെറ്റ് അതിൻ്റെ ഒരു സൗന്ദര്യത്തിനെ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസും ഒരു ലോയൽറ്റിയും ഒക്കെ എനിക്കുണ്ടെന്ന്, if you are sure that you are having all these qualities, ട്രസ്റ്റും ലോയൽറ്റിയും ട്രൂത്ത്ഫുൾനെസ്സും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ ഉണ്ട്, നിങ്ങളുടെ ബാഗിൽ ഫുള്ളാണെന്നുണ്ടെങ്കിൽ യു വിൽ റിസീവ് ദ സെയിം പേഴ്സൺ വിത്ത് ദ സെയിം ക്വാളിറ്റീസ്. ഷുവറാണ്. പണ്ട് പറയും മനം പോലെ മംഗല്യെന്നോ. എല്ലാം കൊണ്ടും അത് ശരിയാണ്. നിങ്ങളിൽ ആ ക്വാളിറ്റീസ് ഉണ്ട്, നിങ്ങളുടെ ബാഗ് ഫുള്ളാണ്. അതിൽ ക്വാളിറ്റി ഉണ്ട്, മൊറാലിറ്റി ഉണ്ട്, ട്രസ്റ്റ് വർത്തിനെസ് ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ് എന്ന് പറയുന്നത്. ആ ആൾ എന്തായാലും നിങ്ങളെ തേടി വരും, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾ. അപ്പോൾ മാരേജ് ഇസ് നോട്ട് ടു ബി അബോർഡ്, ബട്ട് ദോസ് ഹു ആർ ഫെയിൽഡ് ആർ ഗിവിങ് ദീസ് കൈൻഡ് ഓഫ് മിസ്കൺസെപ്ഷൻസ് ടു ദ വേൾഡ്. അപ്പോൾ അത് ശരിയല്ല. ഇഫ് you are having these qualities, you can be having or you will be definitely having a good relationship. Thank you so much.